ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. SPYSS NYC ഓൺലൈൻ മലയാളം യോഗ ക്ലാസിന്റെ ഭാഗമായി നടത്തുന്ന ഭഗവത്ഗീത പഠനം ഇന്ന് 116-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എത്തിച്ചേർന്ന എല്ലാ യോഗ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ആദ്യമായി ഭക്തിപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഗീതാ പഠന സന്ധ്യ ധന്യമാക്കുവാൻ ആരൊക്കെയാണ് തയ്യാറായി നിൽക്കുന്നതെന്ന് നോക്കണ്ടേ? പറയാം. അധ്യായം 11 വിശ്വരൂപാദർശനത്തിലെ കഴിഞ്ഞ വ്യാഴാഴ്ച പഠിച്ച 31 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങൾ റിവിഷൻ ചെയ്യാനായി പ്രഭാവി അഖയും ജയരാജ് അണ്ണനുമാണ്. ഇന്ന് പഠിപ്പിക്കുന്ന 37 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് ഗംഗ ആർ അഖയും റിപ്പീറ്റ് ചെയ്യുന്നത് നിഷ അഖയുമാണ്. അർത്ഥവിശദീകരണം നടത്തുന്നത് സരോജിനി അഖയാണ്. 40 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നത് ദീപ അഖയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് EV നായർ അണ്ണനുമാണ്. ബാക്കപ്പിനായി നിൽക്കുന്നത് വിനി അഖയും പ്രീജിത അഖയുമാണ്. ഏവരെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ധ്യാന ശ്ലോകം ചൊല്ലുവാനായി ഉഷ കെ അഖയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വതി നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ പ്രപന്നപാരിജാതായ തൗത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണ ഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സകലപദൈരഹരഃ പേയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമലധ്വംസിനഃ ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. അടുത്തതായി റിവിഷൻ ചെയ്യുന്നതിനായി പ്രഭാവി അഖയെയും ജയരാജ് അണ്ണനെയും ക്ഷണിക്കുന്നു. ഹരി ഓം. ശ്ലോകം 31. ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപഃ നമോസ്തുതേ ദേവവര പ്രസീത. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ശ്രീഭഗവാനുവാച കാലോസ്മി ലോകക്ഷേകൃത് പ്രവൃത്തഃ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ. കൃതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിതാ പ്രത്യനികേഷു യോധാഃ. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ
जित्वा शत्रुन् भुङ्क्ष राज्यं समृद्धं मयैवैते निहता पूर्वमेव निमित्तमात्रं भव सव्यसाचिन्. ശ്ലോകം 34. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാ ജ്ഞാനപി യോധവീരാൻ മയാ ഹതാംസ്തം ജഹിമാ വ്യദിഷ്ടാ യുദ്ധസ്യ ജയദാസി രണേ സപത്നാൻ. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃ കിരീടി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്യ ജഗത്പ്രഹുഷ്യത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഗാഃ. 37 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിനായി ഗംഗ അക്കിയെയും റിപ്പീറ്റ് ചെയ്യുന്നതിനായി നിഷ അക്കിയെയും ക്ഷണിക്കും. ഹരി ഓം. കസ്മാചതേന നമേരൻ മഹാത്മൻ കസ്മാചതേന നമേർമഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ അനന്തദേവേശ ജഗന്നിവാസ മമക്ഷരം സദസത്തത്പരം യത് ത്വമക്ഷരം സദസത്തത്പരം യത്. കസ്മാചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ കസ്മാചതേന നമേരന്മഹാത്മൻ ഗരീയാസി ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത് അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. കസ്മാചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. കസ്മാചതേന നമേരന്മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ത്വമാദിദേവ പുരുഷ പുരാണഃ ത്വമാദിദേവ പുരുഷ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേദാസി വേദ്യം ച പരം ച ധാമ വേദാസി വേദ്യം ച പരം ച ധാമ സ്വയം ത്വയാ തതം വിശ്വമനന്തരൂപ ത്വയാ തദം വിശ്വമനന്തരൂപ. ത്വമാദിദേവ പുരുഷ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമാദിദേവ പുരുഷ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേദാസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ വേദാസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ത്വമാദിദേവ പുരുഷ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേദാസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ത്വമാദിദേവ പുരുഷ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേദാസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ആയുർയമോ അഗ്നിർവരുണഃ ശശാങ്കഃ വായുര്യമോ അഗ്നിർവരുണഃ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച. നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ നമോ നമസ്തേസു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായുർയമോ അഗ്നിവരുണഃ ശശാങ്കഃ
പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച. वायुर्मयो अग्निर्वरुणः शशाङ्कः प्रजापतिस्त्वं प्रपितामहश्च. നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. नमो नमस्तेस्तु सहस्रकृत्वा पुनश्च भूयोऽपि नमो नमस्ते. വായുർയമോ അഗ്നിർവരുണഃ ശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച. നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. वायुर्यमोऽग्निर्वरुणः शशाङ्कः प्रजापतिस्त्वं प्रपितामहश्च. नमो नमस्ते सुसहस्रकृत्वा पुनश्च भूयोऽपि नमो नमस्ते. 37 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങൾ ചാൻഡിങ് കഴിഞ്ഞു. അത് എക്സ്പ്ലനേഷൻ ചെയ്യാനായി സരോജിനി അക്കയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ നടത്തുന്നത്. ഹരി ഓം സരോജിനി അക്ക. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് 11ാമത്തെ അധ്യായത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. അധ്യായമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ അധ്യായം, ആദ്യത്തെ അധ്യായം തന്നെ നമുക്കറിയാം വളരെ ധാർഷ്ട്യത്തോടു കൂടി, വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, വളരെ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി എല്ലാം കടന്നു വന്ന അർജുനനെയാണ് നമ്മൾ ആദ്യത്തെ അധ്യായത്തില് തുടക്കത്തിൽ നമ്മൾ കണ്ടത്. ഏറ്റവും ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം വന്നത്. സ്വയം ഒരു അഹംഭാവവും അഹങ്കാരവും എല്ലാം ഉണ്ടായിരുന്നു. എന്നെ തോൽപ്പിക്കാൻ ഞാനും കൃഷ്ണനും ഉണ്ടല്ലോ, ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഈ ധർമ്മയുദ്ധത്തില്, ഈ കുരുക്ഷേത്ര യുദ്ധത്തില് എന്നെ തോൽപ്പിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരെയും എന്നോട് ആരൊക്കെയാണ് നേരിടുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെയുള്ള ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് അർജുനൻ യുദ്ധരംഗത്തേക്ക് കടന്നു വന്നതും കൃഷ്ണനോട് സേനയുടെ മധ്യത്തിലായിട്ട് രഥം നിർത്താൻ ആജ്ഞാപിക്കുന്നത് പോലെയാണ് പറഞ്ഞത്. കൃഷ്ണൻ ആരാ? കൃഷ്ണൻ എന്റെ സഖാവാണ്, കൃഷ്ണൻ എന്റെ സഖിയാണ്, കൃഷ്ണൻ എന്റെ സുഹൃത്താണ്, കൃഷ്ണൻ എന്റെ എല്ലാമാണ്. എനിക്ക് എന്റെ ആജ്ഞാനുവർത്തിയായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, ഈ സാരഥിയായിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയെല്ലാമുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് അർജുനൻ, വിലാളി വീരനായ അർജുനൻ. അതായത് 3 ലോകങ്ങളും കീഴടക്കിയ ആളാണ് അർജുനൻ. ഏത് ലോകത്തും പോയി എല്ലായിടത്തും പോയി യുദ്ധം ചെയ്ത് അവരെല്ലാം കീഴടക്കി വന്ന ആളാണ് അർജുനൻ. ആ ഒരു അഹങ്കാരത്തോടും അഹംഭാവത്തോടും കൂടിയാണ് അർജുനൻ ഈ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് കടന്നു വന്നതും സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അർജുനമേ അച്യുത എന്ന് പറഞ്ഞതും. 2 സേനകളുടെ മധ്യത്തിലായിട്ട് നോക്കൂ, ഒന്ന് നിർത്തൂ എന്റെ രഥം, എനിക്കൊന്ന് കാണട്ടെ ആരൊക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട്, അതായത് മരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള, ദുര്യോധനന് വേണ്ടി മരിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളവർ ആരൊക്കെയാണ് എന്ന് ഞാനൊന്ന് കാണട്ടെ എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് അർജുനൻ ഈ യുദ്ധരംഗത്തേക്ക് കടന്നു വന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ആ 1ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടു, അർജുനൻ തളർന്നു വീണുപോയി. ഗുരുജനങ്ങളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാം ഇരുഭാഗത്തും കണ്ടതോടുകൂടി അർജുനൻ തളർന്നുപോയി. എന്റെ ഗുരുവിനെ, എന്റെ പിതാമഹനെ, എന്റെ വലിയച്ഛന്മാരെ, അച്ഛന്മാരെ, വലിയച്ഛന്മാരെ, ഇവരെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലും? ഇവരെയെല്ലാം കൊല്ലുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയുള്ള ചിന്തയാണ് പിന്നീട് അർജുനനെ ബാധിച്ചത്. അവിടെ തേർത്തട്ടിൽ തളർന്നു വീണ അർജുനനെയാണ് ഈ ഓരോ അധ്യായത്തിൽ കൂടിയും കൃഷ്ണൻ പതുക്കെ പതുക്കെ ഉയർത്തി കൊണ്ടുവരുന്നത്. അത് അങ്ങനെ 10ാമത്തെ അധ്യായമായപ്പോഴേക്കും നമ്മൾ കണ്ടു, അർജുനൻ ആ ആദ്യത്തെ അധ്യായങ്ങളിൽ കണ്ട ആ അർജുനനല്ല. കൃഷ്ണനെ അർജുനൻ കാണുന്നത് ആദ്യം വന്ന ആ രീതിയിലല്ല കാണുന്നത്. ഈ വിശ്വരൂപ ദർശനത്തോടു കൂടി അർജുനൻ തളർന്നുപോയി. അർജുനൻ ഈ ദശകത്തെ, ഈ അധ്യായത്തിന്റെ ആദ്യം തന്നെ അർജുനൻ പറഞ്ഞു, എൻ്റെ അഹങ്കാരമെല്ലാം, എൻ്റെ ആ ഒരു വിശ്വാസമെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങയെ ഗുരുവായി കാണുകയാണ്.
എനിക്ക് എന്താ എങ്ങനെയാണ് ഞാൻ അങ്ങയെ കാണുന്നത്? എന്റെ സഖിയല്ല, എന്റെ സുഹൃത്തല്ല, എന്റെ ഗുരുവാണ് അങ്ങ് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. വിശ്വരൂപ ദർശനത്തോടു കൂടി അർജുനൻ ഈ ലോകം മുഴുവനും കൃഷ്ണനാണ്, കൃഷ്ണ ചിന്ത മാത്രമേ ഇനി എനിക്കുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക്, ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് അർജുനൻ എത്തിപ്പെട്ടു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന അർജുനൻ 37ാമത്തെ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? എല്ലാ രൂപങ്ങളും അർജുനൻ കാണുകയാണ്. എന്തെല്ലാം ഭാവങ്ങളാണോ, ഈ ലോകം എങ്ങനെയാണോ ആ ലോകം മുഴുവനും അർജുനൻ ഈ വിശ്വരൂപ ദർശനത്തിൽ കാണുകയാണ്. അദ്ദേഹം എന്റെ സഖിയല്ല, എന്റെ സഖാവല്ല, എന്റെ സുഹൃത്തല്ല, ഞാൻ ഇത്ര നാളും തോളിൽ കൈയിട്ട് നടന്നിരുന്ന ആ ഒരു കൃഷ്ണനല്ല ഇത് എന്ന് അർജുനൻ മനസ്സിലാക്കുകയാണ്. 37ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കസ്മാച്ചതേ നമേരൻ മഹാത്മൻ. മഹാത്മൻ എന്ന സംബോധനയാണ്. അർജുനൻ മഹാത്മൻ എന്നാണ് ഇപ്പോ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ. ആദികർത്രേ, ആദ്യത്തെ സൃഷ്ടികർത്താവായ ഭഗവാനെ, അതായത് എല്ലാം സൃഷ്ടിയുടെയും ആരംഭം തന്നെ കൃഷ്ണനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. അനന്ത, അനന്ത എന്ന് വിളിക്കുകയാണ്. അന്തമില്ലാത്തവനെ, ദേവേശ, ദേവന്മാരുടെയും ഈശ്വരനായിട്ടുള്ള ദേവ, ദേവേശ, ജഗന്നിവാസ, ഈ ജഗത്തിന്റെ എല്ലാം എന്താ പറയാ, എല്ലാം ഗുരുവായിട്ടുള്ള, ഈ ജഗത്തിന്റെ എല്ലാമായിട്ടുള്ള ജഗന്നിവാസനായ കൃഷ്ണ, ത്വം അക്ഷരം സദസത്തത്പരം തത്ത്. സത്ത് അസത്ത് അതിന്റെ എല്ലാം പരം, തത് പരം യത്ത്. തസ്മാത് ച തേ നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണഃ അഭി ആദികർത്രേ അനന്ത ദേവേശ ജഗന്നിവാസ ത്വം അക്ഷരം സത്ത് അസത്ത് പരം യത്ത്. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഗരീയസേ എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠനായ ബ്രഹ്മാവിനേക്കാളും, ബ്രഹ്മണോ അഭി, ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ ബ്രഹ്മണോ അഭി ആദികർത്രേ. ബ്രഹ്മാവ് ആണ് നമ്മൾ സൃഷ്ടാവെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ചതാരാണ്? കൃഷ്ണനാണ്, ഭഗവാനാണ്. അങ്ങനെയുള്ള ആദികർത്താവായ ഭഗവാനെ, അങ്ങ് എല്ലാത്തിലും ശ്രേഷ്ഠനാണ്. തസ്മാത് ച തേ നമേരൻ. എന്നിട്ടും ഇവരെല്ലാം എന്തുകൊണ്ടാണ് അങ്ങയെ നമിക്കാത്തത് എന്നാണ് അർജുനൻ വിഷമിക്കുന്നത്. അർജുനൻ ചിന്തിക്കുകയാണ്, അങ്ങ് ഈ ലോകത്തിന്റെ എല്ലാം സൃഷ്ടികർത്താവിന്റെ പോലും സൃഷ്ടാവാണ് അങ്ങ്, ആദികർത്താവാണ് അങ്ങ്. അങ്ങയെ എന്തുകൊണ്ടാണ് എല്ലാവരും നമിക്കാത്തത്? അനന്ത ദേവേശ ജഗന്നിവാസ ത്വം അക്ഷരം. അക്ഷരം എന്ന് പറഞ്ഞാല് നശിക്കാത്തതാണ്. അങ്ങ് ഒരിക്കലും നാശമില്ലാത്തവനാണ്. ത്വം അക്ഷരം സത്ത് അസത്ത് പരം. സത്തിന്റെയും അസത്തിന്റെയും, അതായത് കാര്യകാരണങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ള, കാരണങ്ങൾക്കെല്ലാം കാരണമായുള്ള, നമ്മള് എപ്പോഴും കേൾക്കുന്ന കീർത്തനമാണ് അത്. കാരണങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ള ഭഗവാനെ ഇവരെല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങയെ നമിക്കാത്തത്? ഞാൻ നോക്കി നിൽക്കുമ്പോൾ നമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ, ഓരോരോ രൂപങ്ങളാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊന്നും അങ്ങയെ നമിക്കാത്തത് എന്നാണ് തസ്മാത് തേ നമേരൻ. എന്തുകൊണ്ടാണ് നമിക്കാത്ത ഇതായിട്ട് നമ്മൾ കാണുന്നത്? ഇവിടെ ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമാണ്, അങ്ങാണല്ലോ ആദിമനായ സൃഷ്ടാവ്. എങ്കിലും എന്തുകൊണ്ട് അവർ ഭക്ത്യാദരപൂർവ്വം അങ്ങയെ പ്രണമിക്കുന്നില്ല? അതിരില്ലാത്തവനും പ്രപഞ്ചത്തിന് ആശ്രയവുമായ ദേവാധിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് കാരണവും ഭൗതിക പ്രകൃതിക്ക് ഉപരിയുമാണ്. അതായത് ഗരീയസേ, എല്ലാത്തിലും ശ്രേഷ്ഠമാണ്, ഭൗതിക പ്രകൃതിക്ക് തന്നെ ഉപരിയുമാണ് അങ്ങ് എന്നാണ് ഈ 37ാമത്തെ ഈ ശ്ലോകത്തിൽ അർജുനന്റെ വാക്കുകൾ പോലെ പറയുന്നത്.
ഇദ്ദേഹം ഇങ്ങനെ ഈ കീർത്തിക്കുന്നത് കൊണ്ട് എല്ലാവരാലും ആരാധ്യനാണ് കൃഷ്ണൻ എന്ന് അർജുനൻ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതും. അങ്ങ് ഈ ലോകത്തിലെല്ലാം ത്രിലോകങ്ങൾക്കും കാരണങ്ങൾക്കും കാരണമായിട്ടുള്ള ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഏറ്റവും ഗരീയസേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 38-ാമത്തെ ശ്ലോകം. ത്വം ആദിദേവ പുരുഷ പുരാണഃ ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം വേത്ത അസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വം അനന്തരൂപ. ത്വം അങ്ങ് ആദിദേവ, ആദിയായ പരമ ദൈവമാണ് അങ്ങ്, പരബ്രഹ്മമാണ് അങ്ങ്, ആദിയായ ദൈവമാണ് അങ്ങ്. പുരാണനായ പുരുഷനാണ്, ചില ആദ്യമേ ഉള്ള പുരുഷനാണ് അങ്ങ്. അസ്യ വിശ്വസ്യ, ഈ വിശ്വത്തിന്റെ മുഴുവനും നിയന്താവാണ് അങ്ങ്, എല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങാണ്. അസ്യ വിശ്വസ്യ, ഈ വിശ്വത്തിന്റെ പരം നിധാനം, എല്ലാത്തിന്റെയും നിധാനം, എല്ലാത്തിന്റെയും ആസ്ഥാനം, എല്ലാത്തിന്റെയും ഇരിപ്പിടം ഈ അങ്ങ് തന്നെയാണ്. ഇതെല്ലാത്തിന്റെയും നിയന്താവാണ് അങ്ങ്. വേത്താസി വേദ്യം, വേത്ത എന്ന് പറഞ്ഞാല് അതിന്റെ ജ്ഞാതാവ്, അത് എല്ലാം അറിയപ്പെടുന്ന ആള്. ഇതെങ്ങനെയാണ്, എന്താണ്, ഇതെല്ലാം നമുക്കറിയില്ല, പക്ഷെ അങ്ങക്ക് ഇതെല്ലാം അറിയാം. എല്ലാത്തിന്റെയും വേത്താവാണ് അങ്ങ്, ജ്ഞാതാവാണ് അങ്ങ്. അതുപോലെ വേദ്യം, അതിന്റെ അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയേണ്ടതും അങ്ങ് തന്നെയാണ്. ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, അങ്ങാണ് സർവവും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ധാമ, പരം ച ധാമ, വേദ്യം ച പരം ച ധാമ. പരം ച ധാമ പറയുമ്പോ അതിന്റെ എല്ലാത്തിന്റെ ഒരു ആശ്രയസ്ഥാനം അങ്ങ് തന്നെയാണ്. ഇതിന്റെ എല്ലാം ആശ്രയവും ഉറവിടവും എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇത്ര നാളും കണ്ടതല്ല ഇപ്പോ ഞാൻ കാണുന്നത്. ഇപ്പൊ ഞാൻ കാണുന്നത് ഈ വിശ്വം മുഴുവനും അങ്ങിൽ ഒതുങ്ങി നിൽക്കുന്നു. അങ്ങാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭഗവാനെ എന്ന് നേരിട്ട് അർജുനൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ, ഭഗവാനെ. പല രൂപത്തില്, പല രീതിയില്, പല പേരുകളില് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനൻ ഈ വിശ്വരൂപം കണ്ടിട്ട്. ഹേ അനന്തരൂപ, അങ്ങയാൽ ഈ ലോകം മുഴുവനും ഈ ലോകം മുഴുവനും അങ്ങയിൽ വ്യാപ്തമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാം മുഴുവനും അങ്ങയിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്. ഇതെല്ലാം അങ്ങ് തന്നെയാണ്. എനിക്കിത് കണ്ടിട്ട് എന്താണെന്ന് എൻ്റെ എല്ലാ വ്യാമോഹങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാ വ്യാമോഹങ്ങളും എനിക്കില്ല. എനിക്ക് ആകെ ഇപ്പൊ മനസ്സിലാകുന്നത് ഈ ലോകം മുഴുവനും കൃഷ്ണൻ തന്നെയാണ്. ഈ നിയന്താവാണ് അങ്ങ്. ഈ ലോകം മുഴുവനും അങ്ങിലുണ്ട്. അങ്ങാണ് ഈ ലോകം മുഴുവനും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നാണ് അർജുനൻ പറയുന്നത്. ത്വമാദിദേവ പുരുഷ പുരാണഃ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വം അനന്തരൂപ. അനന്തരൂപ എന്നും ഭഗവാനെ വിളിക്കുകയാണ്. അനന്തരൂപ, അന്തമില്ലാത്ത രൂപമാണ്. അർജുനന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. അനന്തമാണ്, അന്തമില്ലാത്ത ഒരു രൂപമാണ് നിൽക്കുന്നത്. അതാണ് അനന്തരൂപ എന്ന് വിളിക്കുകയാണ്. ഓരോരോ പേരുകളിൽ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനൻ. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യ പ്രപഞ്ചമെങ്ങും അങ്ങ് വഴിഞ്ഞു നിൽക്കുകയാണ്.
എന്റെ എല്ലാ വ്യാമോഹങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ തന്നെ അർജുനൻ പറഞ്ഞു. 11-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അർജുനൻ പറഞ്ഞു, എന്റെ എല്ലാ വ്യാമോഹങ്ങളും ഈ 10 അധ്യായങ്ങളിൽ കൂടി പറഞ്ഞു തന്നതെല്ലാം കേട്ടിട്ട് എന്റെ എല്ലാ വ്യാമോഹങ്ങളും മാഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ഞാൻ എല്ലാം അങ്ങയിൽ കാണുന്നു, അങ്ങ് തന്നെയാണ് എല്ലാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് 38-ാമത്തെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 39-ാമത്തെ ശ്ലോകമാണ്. വായുർയമോഗ്നിർവരുണ ശശാങ്കഃ പ്രജാപതി ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ്. എത്ര സ്തുതിച്ചിട്ടും അർജുനന് മതിയാകുന്നില്ല. വീണ്ടും വീണ്ടും ഓരോ പേരുകൾ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വായുർയമോഗ്നിർവരുണ ശശാങ്ക. വായു, അഗ്നി, യമൻ. വായു, യമൻ, അഗ്നി, വരുണഹ. വരുണഹ എന്ന് പറഞ്ഞാൽ ജലം. ജലം, ശശാങ്കൻ, ചന്ദ്രൻ. ചന്ദ്രൻ, ഇതെല്ലാം പ്രജാപതി. പ്രജാപതി ആരാണ്? ബ്രഹ്മാവ്. അതുപോലെ പ്രപിതാമഹശ്ച നമഃ. നമഃ തേ, നമോസ്തേ എന്ന് പറഞ്ഞ നമോ നമസ്തേ, നമഃ നമഃ തേ. എത്ര നമിച്ചിട്ട് മതിയാകുന്നില്ല അങ്ങയെ. നമസ്തേസ്തു സഹസ്രകൃത്വ. വർഷം എത്രയോ സഹസ്രങ്ങളായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അങ്ങയെ ഞാൻ എത്ര നമിച്ചിട്ടും എനിക്ക് മതിയാകുന്നില്ല. നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോ. പുനഃ ച, വീണ്ടും വീണ്ടും. ഭൂയോപി നമോ നമസ്തേ. വീണ്ടും നമഃ നമഃ തേ, നമോ നമസ്തേ. വായുർയമോഗ്നിർവരുണ ശശാങ്കഃ പ്രജാപതി ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായുവും പരമനിയന്താവും, അതായത് യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും അങ്ങ് തന്നെ. 1000 തവണയും അതിലേറെയും പ്രണാമങ്ങൾ ഞാൻ അങ്ങയ്ക്ക് അർപ്പിച്ചു കൊള്ളുന്നു. വീണ്ടും വീണ്ടും അർജുനൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമോ നമോ, എത്രയോ നമോ നമസ്തേ ആണ് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്. നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വീണ്ടും വീണ്ടും അർജുനൻ ഭഗവാനെ നമിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, അങ്ങാണ് ഈ ലോകം മുഴുവനും അങ്ങ് തന്നെയാണ്. ഈ ലോകം അങ്ങിൽ ഉൾക്കൊള്ളുന്നു. അതുപോലെ അങ്ങ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അർജുനൻ വീണ്ടും വീണ്ടും നമിച്ചുകൊണ്ടാണ് ഈ 39-ാമത്തെ ഈ ശ്ലോകം അവസാനിപ്പിച്ചിട്ടുള്ളത്. നമസ്തേ. അടുത്തത് 40-ാമത്തെ ശ്ലോകത്തിലേക്ക് പാരായണം. കഴിഞ്ഞ 3 ശ്ലോകങ്ങളുടെ അർത്ഥം വളരെ ഭംഗിയായി നന്നായി സരോജിനിയക്ക നമുക്ക് വിവരിച്ചു തന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 40 മുതൽ 42 ശ്ലോകങ്ങളുടെ ചാൻറ്റിങ് ഗൈഡൻസ് ഗംഗ അക്കയും അത് റിപ്പീറ്റ് ചെയ്യുവാനായി ദീപ അക്കയും ക്ഷണിക്കുകയാണ്. ഹരിയോം ഗംഗ അക്ക. നമഃ പുരസ്താദത പൃഷ്ഠതസ്തേ നമഃ പുരസ്താദപൃഷ്ഠതസ്തേ നമോസ്തുതേ സർവത ഏവ സർവാ നമോസ്തുതേ സർവദ ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം അനന്തവീര്യാമിദം വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവാ സർവം സമാപ്നോഷി തതോസി സർവഃ. നമഃ പുരസ്താദത പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവത ഏവ സർവാ നമഃ പുരസ്താദ പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവദ ഏവ സർവ
अनन्तवीर्यामिद विक्रमस्त्वं सर्वं समाप्नोषि ततोऽसि सर्वः अनन्दवीर्यामिद विक्रमस्त्वं सर्वं समाप्नोषि ततोऽसि सर्वः नमः पुरस्तादद पृष्ठतस्ते नमोऽस्तु ते सर्वत एव सर्वा अनन्तवीर्यामिद विक्रमस्त्वं सर्वं समाप्नोषि ततोऽसि सर्वः नमः पुरस्तादद पृष्ठतस्ते नमोऽस्तु ते सर्वद एव सर्वा अनन्दवीर्यामिद विक्रमस्त्वं सर्वं समाप्नोषि ततोऽसि सर्वम् सखेति मत्वा प्रसभं यदुक्तम् सखेति मत्वा प्रसभं यदुक्तम् हे कृष्ण हे यादव हे सखेति हे कृष्ण हे यादव हे सखेति अजानता महिमानं तवेदम् अजानता महिमानं तवेदम् मया प्रमादात् प्रणयेन वापि मया प्रमादात् प्रणयेन वापि सखेति मत्वा प्रसभं यदुक्तं हे कृष्ण हे यादव हे सखेति सखे मत्वा प्रसभं यदुक्तं हे कृष्ण हे यादव हे सखेति अजानत महिमानं तवेदं मया प्रमादात् प्रणयेन वापि अजानता महिमानं तवेदं मया प्रमादात् प्रणयेन वापि सखेति मत्वा प्रसभं यदुक्तं हे कृष्ण हे यादव हे सखेति अजानता महिमानं तवेदं मया प्रमादात् प्रणयेन वापि सखेति मत्वा प्रसभं यदुक्तं हे कृष्ण हे यादव हे सखेति अजानता महिमानं तवेदं मया प्रमादात् प्रणयेन वापि यच्छावः सार्थमसत्कृतोऽसि यच्चावहासार्थमसत्कृतोऽसि विहारशय्यासन भोजनेषु विहारशय्यासनभोजनेषु एको अधव्याप्यच्युत तत्समक्षम् एकोदवाप्युच्युत तत्समक्षम् तच्छामये त्वामहमप्रमेयम् तच्छामये त्वामहम् यच्छावः सार्थमतकृतोऽसि विहारशय्यासन भोजनेषु यच्चावहासार्थमसत्कृतोऽसि विहारशय्यासनभोजनेषु एको अधव्याप्यच्युत तत्समक्षम् तच्छामये त्वामहमप्रमेयम् एको अदवाप्युच्युत तत्समक्षम् तच्छामये त्वामहप्रमेयम् यच्छावः सार्थमतकृतोऽसि विहारशय्यासन भोजनेषु एको अधव्याप्यच्युत तत्समक्षम् तच्छामये त्वामहमप्रमेयम् यच्चावहासार्थमसत्कृतोऽसि विहारशय्यासनभोजनेषु एको अदवाप्युच्युत तत्समक्षम् तच्छामये त्वामहप्रमेयम् ഇപ്പോൾ പാരായണം ചെയ്തു കഴിഞ്ഞ 3 ശ്ലോകങ്ങളുടെയും അർത്ഥ വിശദീകരണം നടത്തുന്നത് നമ്മുടെ ഇ വി നായർ അണ്ണനാണ്. ഹരിയോം അണ്ണ. ഹരിയോം അക്ക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ നമ്മൾ വിശ്വരൂപ ദർശന യോഗം എന്ന 11ാമത്തെ അധ്യായത്തിന്റെ വായനയും അർത്ഥം വിശദീകരണവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് ഭഗവാന്റെ കീർത്തി, വിഭൂതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 11ാമത്തെ അധ്യായത്തിൽ ഇതിന് പ്രത്യക്ഷമായിട്ടുള്ള ചില വിഷയം കാണിച്ചു കൊടുക്കുന്നു. പ്രത്യക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് നേരത്തെ പറഞ്ഞ വിഭൂതികൾ എന്തൊക്കെയാണെന്ന് അർജുനനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞിരുന്നു
ഞാൻ അനന്തമാണ്, അതിശക്തവാനാണ്, മരണമില്ലാത്തവനാണ്, എന്റെ ജനനത്തെ പറ്റിയോ മരണത്തെ പറ്റിയോ ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള പല പല വിഭൂതി പറഞ്ഞിട്ട് 34ാമത്തെ ശ്ലോകത്തില് അവിടെ വെച്ചാണ് അർജുനൻ ശരിക്കും ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിങ് നടക്കുന്നത്. 34ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയാണ്, അർജുന, ഈ കാണുന്ന പ്രഗത്ഭരായ പോരാളികളെ ആരൊക്കെയാണ് പറയുന്നത്? ദ്രോണർ, ഭീഷ്മർ, കർണൻ, ഇവരെയൊക്കെ ഞാൻ വധിച്ചു കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ കൗരവരമ്പാടും തോറ്റു കഴിഞ്ഞു, ഞാൻ ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞു. നീ ചെയ്യുന്നത് വെറും ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു യുദ്ധമാണ് എന്നുള്ള ഒരു സത്യം ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ തുറന്നു പറയുകയാണ്. ജയദ്രഥനെ പോലുള്ള ഒരു വില്ലാളിയെ വരെ ഞാൻ ഇവിടെ വധിച്ചു കഴിഞ്ഞു എന്ന് ചേർത്ത് പറയുമ്പോൾ അർജുനൻ ഒരു കരുതി വെച്ചിരുന്ന ഒരു അമ്പ് അത് വെറുതെ വ്യഥാവിൽ ഉപയോഗമില്ലാതെ പോവുകയാണ്. അവിടെ വെച്ചിട്ട് അർജുനന് ഒരു ഉൾബോധം വരുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ മഹത്വത്തെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചത് അത്രയും തെറ്റാണ്. അതിനുശേഷമുള്ള എല്ലാ വരികളിലും അർജുനന്റെ അതിരുകവിഞ്ഞ ഭക്തി അല്ലെങ്കിൽ ഭഗവാനോടുള്ള ബഹുമാനമാണ് കാണിക്കുന്നത്. നേരത്തെ തൊട്ട് മുമ്പ് 39ാമത്തെ ശ്ലോകത്തിൽ ഇന്ദിരാദേവിയൊക്ക വളരെ വ്യക്തമായി പറഞ്ഞു, 1000 നമസ്കാരമാണ് ഞാൻ തരുന്നത് എന്ന് അർജുനൻ പറയാണ്. പിന്നെ നിങ്ങൾ അഗ്നിയും വരുണനും ചന്ദ്രനും ബ്രഹ്മാവും എല്ലാം ഒത്തുചേർന്നതാണ് എന്നുകൂടി പറഞ്ഞു. അപ്പോ 40ാമത്തെ ശ്ലോകത്തില് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. നമ പുരസ്ഥാദത പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവത ഏവ സർവ അനന്തവീര്യ അമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ പുരസ്ഥാദത, നിങ്ങളുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ആര്? അർജുനൻ ഭഗവാനോട് പറയാണ്, പുരസ്ഥാദത നമഃ, ഞാൻ മുമ്പിൽ നിന്നു നമസ്കരിക്കുന്നു. പിന്നെ പൃഷ്ഠതസ്തേ എന്ന് പറഞ്ഞാൽ പിറകിൽ നിന്നു നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാല് ഒരു അതിരുമില്ലാത്ത ഒരു സമർപ്പണം. ഞാൻ മുമ്പിൽ നിന്നും നമസ്കരിക്കുന്നു, പിറകിൽ നിന്നും നമസ്കരിക്കുന്നു. സർവതഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തിൽ നിന്നും ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. എന്താ കാര്യം? അനന്തവീര്യം. ഭഗവാനുള്ളത് അനന്തം, അന്തമില്ലാത്ത അല്ലെങ്കിൽ അറ്റമില്ലാത്ത വീര്യം, ശക്തി. പിന്നെ അമിതമായ വിക്രമം, അമിതം, മിതമല്ലാത്തത് എന്ന് പറഞ്ഞാൽ അളന്ന് മാറ്റാൻ പറ്റാത്ത അത്രയും വിക്രമം അല്ലെങ്കിൽ ശൗര്യവും ധൈര്യവുമുള്ള അങ്ങയെ ഞാൻ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമസ്കരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാ. എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അതിനൊരു കണ്ടീഷൻ ഇല്ല. ഒരു പകുതി ആത്മാർത്ഥതയോടുകൂടി കാണിക്കുന്ന ഒരു സമർപ്പണമല്ല ഇത്, പൂർണ്ണ സമർപ്പണം, സാഷ്ടാംഗ പ്രണാമം. അതുപോലെയാണ് പറയുന്നത് സർവം സമാപ്നോഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശക്തിയും ധൈര്യവും, ഭഗവാന്റെ ശക്തിയും ധൈര്യവും സർവം സമാപ്നോഷി എല്ലാ ഭാഗത്തേക്കും ഒഴുകുകയാണ്, വ്യാപിക്കുകയാണ്. അപ്പോൾ അർജുനൻ പറയാണ്, ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ വ്യാപിപ്പിക്കുമ്പോൾ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്തൊക്കെ സാധനങ്ങളിലേക്കാണോ അല്ലെങ്കിൽ വസ്തുക്കളിലേക്കാണോ ഈ ഭഗവാന്റെ പ്രഭാവം ഒഴുകുന്നത്, അതുകൊണ്ട് തന്നെ ആ വസ്തുക്കളൊക്കെ ഭഗവാനാണ്. അപ്പൊ ഭഗവാന് അന്തമില്ല എന്ന് പറയുന്നതും അമിതമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ഭഗവാന്റെ ശക്തി എല്ലാ സൃഷ്ടികളിലും ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൃഷ്ടികളൊക്കെ ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. മുമ്പിൽ നിന്നും പിറകിൽ നിന്നും സർവ്വഭാഗങ്ങളിൽ നിന്നും ഞാൻ യാതൊരു കണ്ടീഷൻ ഇല്ലാതെ, ഒരു നിയന്ത്രണമില്ലാതെ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു എന്നാണ് ഈ 40ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി
ഇത് 40-ാമത് 41-ഉം 42-ഉം ഏകദേശം കൂട്ടി വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വലിയ അർത്ഥവ്യത്യാസമില്ലാത്ത അല്ലെങ്കിൽ ആശയ വ്യത്യാസമില്ലാത്ത 2 ശ്ലോകങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കണം എങ്ങനെയൊക്കെയാണ് അർജുനൻ തന്റെ ആ സമർപ്പണം നടത്തുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത. സഖേതി മത്വാ പ്രസഭം യദുക്തം, സഖേതി മത്വാ പ്രസഭം യദുക്തം, ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അർജുനൻ പലപ്പോഴായിട്ട് ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാനെ വിളിച്ചിരിക്കുന്ന പേരുകളാണ് ഈ പറയുന്നത്. ഹേ കൃഷ്ണ, കൃഷ്ണ എന്ന് വിളിച്ചിരുന്നു. ഹേ യാദവ എന്ന് വിളിച്ചിരുന്നു. കാരണം യാദവ കുലത്തിൽ ജനിച്ചതാണ് കൃഷ്ണ, അതുകൊണ്ട് യാദവ എന്ന് വിളിക്കാറുണ്ട്. സഖേതി എന്ന് വിളിക്കാറുണ്ട്. ഹേ സ്നേഹിത എന്നുള്ള അർത്ഥത്തിൽ. നോക്കണം, ഇപ്പോൾ ഇവിടെ അർജുനൻ പൂർണ്ണ സമർപ്പണത്തിൽ നിൽക്കുമ്പോൾ ആ കുറ്റബോധം കൊണ്ട് അർജുനൻ പറയാണ്, ഹേ കൃഷ്ണ, ഞാൻ അങ്ങയെ ഇതുപോലെ സഖേതി മത്വ, ഞാൻ സ്നേഹിതനെ പോലെ കരുതി, ഞാൻ അങ്ങയെ ഒരു സ്നേഹിതനെ പോലെ സഖേതി മത്വ, അങ്ങനെയുള്ള ഒരു സ്നേഹിതനെ പോലെ കരുതി ഏത് പേരാണോ എനിക്ക് തോന്നിയത് അതൊക്കെ ഞാൻ അങ്ങയെ വിളിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പേര്? കൃഷ്ണ, യാദവ, സഖേതി, അജാനത, മഹിമാനം. എന്തായാലും ആരുടെയായിരുന്നു ഈ അജാനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞതയാണ്. ആരുടെയാണ് ഈ അജ്ഞത? അർജുനന്റെ അജ്ഞതയെ പറ്റിയാണ് പറയുന്നത്, അറിവില്ലായ്മയെ പറ്റിയാണ് പറയുന്നത്. എന്തിന്റെ അറിവില്ലായ്മയാണ്? മഹിമാനം. അർജുനൻ ഭഗവാന്റെ മഹത്വം അല്ലെങ്കിൽ മഹിമയെ പറ്റിയിട്ട് അറിയാതെ ഇഗ്നറന്റ് ആയിട്ട് വിവരമില്ലാത്തവനായിട്ട് ഈ പേരുകളൊക്കെ വിളിച്ചു പോയി എന്നാണ് അർജുനൻ പറയുന്നത്. തവേദം മയാ പ്രമാദാൽ പ്രണയേന വാപി, അല്ലെങ്കിൽ പ്രണയേന, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അങ്ങയെ വിളിച്ചുപോയി. എങ്ങനെ വിളിച്ചു? അങ്ങയുടെ അറിയാതെ ഞാൻ വിളിച്ചുപോയി. അജാനത, എന്റെ അജ്ഞത കൊണ്ട് ഞാൻ വിളിച്ചുപോയി. പിന്നെ പ്രമാദാത്ത്, അറിയാത്തവനായി, പ്രണയേന, സ്നേഹം കൊണ്ട് ഞാൻ വിളിച്ചു. ഈ പേരുകളൊക്കെ ഞാൻ വിളിച്ചു. അത് എന്റെ തെറ്റാണ് ഭഗവാൻ കൃഷ്ണ, ഇതൊക്കെ എന്റെ തെറ്റാണ്. ഞാൻ ഇങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഭഗവാൻ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രതലം, ഒരു വിരാട രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു മുഖത്തോടു കൂടി സൂര്യനും ചന്ദ്രനും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു മുഖത്തോടു കൂടി അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭഗവാനെ കണ്ട് അർജുനൻ ഒരു രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിന്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് യച്ഛാവഹാസാർത്ഥം അസത്കൃതോസി, എന്താ വെച്ചാല് അവഹാസാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവഹാസാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പരിഹാസ രൂപേണ അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് ഞാൻ അങ്ങയെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? അസത്കൃതോസി, ബഹുമാനമില്ലാതെ, ഞാൻ അങ്ങയോട് തീരെ ബഹുമാനമില്ലാതെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു തമാശ രൂപേണ. എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? എപ്പോഴൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? അസി വിഹാര, അസി നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, വിഹാര കളിക്കുമ്പോൾ, കൃഷ്ണൻ കളിക്കുമ്പോൾ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ടാകാൻ വഴിയുണ്ട്. പിന്നെപ്പോഴാണ്? ശയ്യ, കിടക്കുമ്പോൾ, ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ വിശ്രമിക്കുമ്പോൾ, കിടന്ന് വിശ്രമിക്കുമ്പോൾ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാകാം. മൂന്നാമതായിട്ട് ആസനസ്ഥ, ഇരിക്കുമ്പോൾ, ശ്രീകൃഷ്ണൻ എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. യഥാവഹാസാർത്ഥം അസത്കൃതോസി, തെറ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വിഹാര, കളിക്കുമ്പോൾ, ശയ്യ, ആസന, കിടക്കുമ്പോഴും ആസനസ്ഥനായിരിക്കുമ്പോഴും, ഭോജനേഷു, ആഹാരം കഴിക്കുമ്പോഴും, ഏകോധ വാക്യച്യുത, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അച്യുത, അച്യുത എന്ന് ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ തത്സമക്ഷം തത് ക്ഷാമയേ ത്വാമഹം അപ്രമേയം, ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ അങ്ങയോട് ക്ഷമ യാചിക്കുന്നു എന്നാണ് അർജുനൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എന്തൊക്കെയോ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ്, പിന്നെ അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ്, പ്രേമം കൊണ്ടാണ്, പിന്നെ മറ്റുള്ള മുമ്പിൽ
ഇല്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനെല്ലാം ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർജുനന്റെ സാഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ പൂർണ്ണ സമർപ്പണമാണ് നാം ഈ ശ്ലോകത്തിലൂടെ കാണുന്നത്. 42ാമത്തെ ശ്ലോകം. അപ്പോൾ ഇപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രകടമായ ഒരു മാറ്റമാണ് നമ്മൾ ഈ ഭഗവത്ഗീതയിൽ കാണുന്നത്. ആദ്യം വന്ന അർജുനൻ അല്ല ഇപ്പോൾ കാണുന്ന അർജുനൻ. പടിപടിയായി അർജുനന്റെ ആ വിഷാദത്തിൽ നിന്ന് മാറി അല്പം ജ്ഞാനിയായി ജ്ഞാനയോഗം, ഭക്തിയോഗം, എല്ലാ യോഗത്തെയൊക്കെ മനസ്സിലാക്കി പിന്നെ ഭഗവാന്റെ കീർത്തിയെ പറ്റിയിട്ട് എല്ലാം മനസ്സിലാക്കി, എന്തൊക്കെയാണ് കീർത്തി എന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷം പ്രത്യക്ഷത്തിൽ ഭഗവാൻ ആ പൂർണ്ണ രൂപം, വിശ്വരൂപം കാണിച്ചപ്പോൾ അർജുനൻ അവിടെ വെച്ചിട്ട് മൊത്തമായി തളർന്ന് കീഴടങ്ങി ആ ഭഗവാന്റെ ആ മഹത്വത്തെ മനസ്സിലാക്കുന്ന ഒരു രംഗമാണ് ഇതോടുകൂടി നാം കാണുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഈ 42ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹരിയോ. ഇനി സമയമുണ്ടല്ലോ. ബിനിയക്ക, പ്രീജിത അക്ക അവരാണ് ബാക്കപ്പായി നിൽക്കുന്നത്. അവർക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. ഹരി ഓം. ഭഗവാന്റെ ആ വിശ്വരൂപത്തെ കണ്ട അർജുനനെ ഭഗവാനെ എങ്ങനെ നമസ്കരിക്കണമെന്നിങ്ങനെ അറിയുന്നില്ല. ആകെ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ അർജുനന്. ഏതു ഭാഗത്തു നിന്നാണ് ഞാൻ നമസ്കരിക്കേണ്ടത്? അതാണ് അർജുനൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു പൂർണ്ണതയാണ്. പൂർണ്ണതമായ ഒരു രൂപം, പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണൻ ആ അന്തരീക്ഷം മുഴുവനും. അപ്പോൾ കൃഷ്ണനെ പറയുന്നുണ്ട്, കാർമേക വർണ്ണനാണ് കൃഷ്ണൻ. പൂർണ്ണതയിലാണ് കാർമേകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹസാഗരം കൂടിയാണ് കൃഷ്ണൻ, അല്ലെ? സാഗരം പൂർണ്ണതയുടെ പ്രതീകമാണ്. എല്ലാ നദികളും പുഴകളും അവസാനം ഒഴുകി എത്തിച്ചേരുന്നത് സാഗരത്തിലാണ്. അവിടെ എത്തുമ്പോൾ അത് പൂർണ്ണമാകുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കൃഷ്ണനിലേക്ക് എത്തിച്ചേർന്നാൽ പൂർണ്ണത കൈവരിക്കുന്നു. അപ്പോൾ ആ പൂർണ്ണതയിലാണ് സ്നേഹമുള്ളത്, പ്രേമമുള്ളത്, കാമമുള്ളത്, സ്വസ്ഥതയുള്ളത്, ആശ്വാസമുള്ളത്, എല്ലാം പൂർണ്ണതയിലാണുള്ളത്, അല്ലെ? ഉറക്കത്തിൽ നമ്മൾ പൂർണ്ണമായ ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ്? ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഉറക്കത്തിൽ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഭഗവാൻ. അല്ലെങ്കിൽ ഉറക്കം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഉണരുകയില്ല ഒരിക്കലും. അപ്പോൾ ഉറക്കത്തിൽ ഒരു പൂർണ്ണ അങ്ങനെ ജീവിതം മുഴുവൻ ലീലയാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ, അല്ലെ? ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അത് അനുകൂലമാകുമ്പോഴും പ്രതികൂലമാകുമ്പോഴും അതിനെ ലീലയാക്കി, അതിനെ തന്റെ കർത്തവ്യങ്ങളെ ലീലയാക്കി, കർമ്മങ്ങളെ ലീലയാക്കി, തമാശകളെ ലീലയാക്കി, എല്ലാം ജീവിതം മുഴുവൻ ഒരു ലീലയാടിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീകൃഷ്ണൻ. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി ശ്രീകൃഷ്ണൻ, അല്ലെ? പ്രേമബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആ ബന്ധനങ്ങളാക്കി മാറ്റിയില്ല കൃഷ്ണൻ ഒരിക്കലും, അല്ലെ? ആ ബന്ധങ്ങളിൽ അദ്ദേഹം കുടുങ്ങിപ്പോയതേയില്ല. അതായത് ശാരീരിക തലത്തിൽ മാത്രമേ ആ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. മാനസിക തലത്തിലേക്ക് ആ ബന്ധങ്ങൾ ഒരിക്കലും അദ്ദേഹം കൊണ്ടുപോയില്ല. അതുകൊണ്ട് അതിനെ വിട്ടുപോയപ്പോഴും അദ്ദേഹം ദുഃഖിച്ചില്ല, അല്ലെ? നമ്മൾക്കറിയാം കുട്ടിക്കാലത്തുള്ള നമ്മൾ കളിച്ച കളി, ഇന്നത്തെ കുട്ടികൾ കളിക്കുന്ന കളിയല്ല, നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ച ഒരു കളി ഉണ്ടായിരുന്നു, അല്ലെ? കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് ഒരുപാട് വസ്തുക്കൾ ശേഖരിച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് കളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അമ്മ വിളിക്കും, മോനെ അല്ലെങ്കിൽ മോളെ വാ, ഊണ് കഴിക്കാൻ വാ എന്ന് വിളിക്കുമ്പോൾ ആദ്യമൊന്നും നമ്മൾ കളി തീരട്ടെ, ഇപ്പോൾ വരെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം അമ്മ ഒരു വിളിയുണ്ട്, അത് ഒന്നൊന്നര വിളിയാണ്, അല്ലെ? നീ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ എന്ന് പറയുമ്പോൾ നമുക്ക് പോകാൻ തിടുക്കമാകും, അല്ലെ? അപ്പോൾ ആ പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതുപോലെ ഒരുക്കി വെച്ച ആ കളിക്ക് വേണ്ടി ഏർപ്പെടുത്തിയ എല്ലാ വസ്തുക്കളും ഒന്ന് തട്ടി മാറ്റിയിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെ? കാലുകൊണ്ട് കൈകൊണ്ടും തട്ടി മാറ്റി അത് അലങ്കോലപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? ആ കളി ഒരു തമാശയാക്കിയാണ് നമ്മൾ എടുത്തത്, അല്ലെ? നാളെ വീണ്ടും കളിക്കാം, അല്ലെ പിന്നെ ഊണ് കഴിച്ചിട്ട് വീണ്ടും കളിക്കാം എന്തുകൊണ്ട് അവിടെ അത് മാറ്റി വെക്കുന്നില്ല? അതിനെ നശിപ്പിച്ച് തന്നെയാണ് പോകുന്നത്. അതുപോലെ എല്ലാ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ, ആ ബന്ധങ്ങളെ ബന്ധനങ്ങളാക്കി മാറ്റാതെ അദ്ദേഹം പോയതുകൊണ്ടാണ്, കൃഷ്ണൻ പോയതുകൊണ്ടാണ്
അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം ഉണ്ടായില്ല, അല്ലെ? ജീവിതത്തെ മുഴുവൻ അദ്ദേഹം കളി തമാശയാക്കി മാറ്റി. തന്നെ കളിയാക്കിയവരോടും വേദനിപ്പിച്ചവരോടും അപവാദങ്ങൾ പറഞ്ഞവരോടുമൊക്കെ അദ്ദേഹം സ്നേഹിച്ചു, അല്ലെ? സ്നേഹത്തിന്റെ ഭാഷ അത് അദ്ദേഹത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, അല്ലെ? രാമനും ഒരു അവതാരമൂർത്തിയായിരുന്നു. അദ്ദേഹം ചില സമയങ്ങളിലൊക്കെ ആ മാനുഷിക തലങ്ങളിലേക്ക് താണുപോയിട്ടുണ്ട്. രാമൻ കാണുന്നുണ്ട്, ആ മാനുഷ്യ വികാരങ്ങൾ അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്. സീതാദേവിയെ നഷ്ടപ്പെട്ടപ്പോഴും ലക്ഷ്മണൻ അബോധാവസ്ഥയിലായിരുന്നപ്പോഴൊക്കെ രാമൻ കരഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കരഞ്ഞ ഒരു കൃഷ്ണനെ മഹാഭാരതത്തിലൂടെ എവിടെയും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്, അല്ലെ? യശോദാദേവിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം അദ്ദേഹം കരഞ്ഞു. അതൊരു കള്ളക്കരച്ചിലായിരുന്നു. പിന്നെ തന്റെ ആത്മാർത്ഥ സുഹൃത്തായ കുചേലനെ കണ്ടപ്പോഴും കരഞ്ഞു. അത് എന്താ വെച്ചാൽ ആനന്ദ കണ്ണീരായിരുന്നു, അല്ലെ? അപ്പോൾ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ ദുഃഖം എന്തെന്നും ആർക്കും കാണിച്ചു കൊടുക്കാതെ എന്തിനും ഒരു ആനന്ദമായി കൊണ്ടു നടക്കാൻ, അല്ലെ? സർവം ഒരു ആനന്ദമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അതിന് കൊണ്ടു നടക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് കൃഷ്ണൻ. ഒരു പൂർണ്ണമായ ഒരു അവതാര മൂർത്തി കൂടിയായിരുന്നു അദ്ദേഹം. ഭാരതത്തിൽ ഒരു അമ്മയുണ്ടായിരുന്നു, 12 പെറ്റ ഒരമ്മ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. നാരായണത്തു ഭ്രാന്തന്റെ അമ്മ പറയൂ പെറ്റ പന്തിരുകുലം. ആ നാരായണത്തു ഭ്രാന്തൻ എന്നും പൊട്ടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു, അല്ലെ? ചിരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ, എന്നും ചിരിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം മുഴുവൻ ചിരിയാക്കി മാറ്റിയപ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ ഭ്രാന്തൻ എന്ന് വിളിച്ചു, അല്ലെ? അപ്പോൾ അദ്ദേഹത്തെ ആ ചിരി കണ്ടിട്ട് എപ്പോഴും സന്തോഷമായി ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ അഗ്നിഹോത്ര അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങക്ക് എന്നും ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ സാധിക്കുന്നത്? ദുഃഖം എന്തെന്ന് അങ്ങക്ക് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ചിരിക്കാനുള്ള കഴിവ് ഈ ലോകത്തിലുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്, മൃഗങ്ങൾക്ക് ആ കഴിവില്ല, അല്ലെ? ഒരു പട്ടി ചിരിക്കുന്നതോ ഒരു പശു ചിരിക്കുന്നതോ ഒരു എരുമ ചിരിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെ? അപ്പോൾ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് നമ്മൾ ചിരിക്കൂ, ജീവിതത്തെ ആനന്ദകരമാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതത്തെ ആനന്ദകരമായി, ഭ്രാന്തിലൂടെയല്ല, ഭ്രാന്തനായിട്ടല്ല, ജീവിതത്തെ ആനന്ദകരമായി സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ, ജീവിതം ഒരു ലീലയാക്കി മാറ്റാൻ കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണൻ ജീവിതം മുഴുവനും കളി തമാശകളിലൂടെ, കാര്യമായാലും അത് കർത്തവ്യമായാലും ആ കളി തമാശകളിലൂടെ പോയിട്ട് ജീവിതത്തെ മുഴുവൻ ആനന്ദമായി മാറ്റുന്ന ആ പൂർണ്ണമായ ഒരു രൂപമാണ്, ആ വിശ്വരൂപമാണ് ഇപ്പോൾ അർജുനൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 41-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, അർജുനൻ അജ്ഞത കൊണ്ട് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, അറിയാതെ ചെയ്തതാണ്, വിവേകമില്ലാതെ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. കൃഷ്ണനെ പലതും പറഞ്ഞു വിളിച്ചു, യാദവനെന്നും സഖാവെന്നും അതുപോലെ തന്നെ കൃഷ്ണൻ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇത് അർജുൻ ഒരു കുറ്റസമ്മതം നടത്തുകയാണ്, എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. അപ്പോൾ കൃഷ്ണൻ കാരാഗ്രഹത്തിലാണല്ലോ ജനിച്ചത്. ആ കാരാഗ്രഹത്തിൽ കൃഷ്ണൻ ആവിർഭവിക്കുന്ന സമയത്ത്, അല്ലെ, തന്റെ വിശ്വരൂപം ദേവകിക്കും വസുദേവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെ? ആ ശംഖചക്ര ഗദാചാരിയായ വിശ്വരൂപത്തെ കണ്ടിട്ട് ദേവകി പേടിക്കുകയാണ്. ദേവകി പറയുകയാണ്, ഇങ്ങനെ വേണ്ട, ആ കുഞ്ഞിന്റെ രൂപത്തില്, ആ വാത്സല്യമായ രൂപത്തിൽ അങ്ങ് വരണമെന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ആ പൂർവ്വസ്മൃതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? പൂർവ്വകാലത്ത് ഒരുപാട് 3-4 പ്രാവശ്യം നിങ്ങളുടെ ഈ ദമ്പതിമാരുടെ മകനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ നല്ല കാര്യങ്ങൾ, തപസ്സിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് ഞാൻ അങ്ങനെ വരുന്നത്. ഇപ്പോൾ കൃഷ്ണനായിട്ട് വന്നതും അങ്ങനെ തന്നെയാണ്, അല്ലെ? കൃഷ്ണനെ എന്ന മകനെ കിട്ടുവാൻ വേണ്ടിയിട്ട് 6 മക്കളെ ബലി കൊടുക്കേണ്ടി വന്നു ദേവകിക്ക്. ആ 6 മക്കളെ ബലി കൊടുത്തതിന് ശേഷമാണ് കൃഷ്ണൻ എന്ന ഒരു മകനെ അവർക്ക് കിട്ടിയത്. അപ്പോൾ ആ സ്മൃതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം നൽകുകയാണ്, എന്നെ നിങ്ങൾ വിവേകത്തോടു കൂടി എന്നെ കാണണം, അജ്ഞതയോടെ ഒരിക്കലും എന്നെ കാണരുത്. എന്നുവെച്ചാൽ വിവേകമുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എന്നെ ഒരു മകനായി സ്നേഹിക്കൂ, വാത്സല്യങ്ങൾ നൽകൂ, എല്ലാം നൽകൂ, പക്ഷെ എന്നെ ഒരു ദൈവമായി ഒരിക്കലും കാണരുത്. ഞാൻ നിങ്ങളുടെ കൂടെ, എല്ലാറ്റിനും നിങ്ങളെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നൊന്ന് പറഞ്ഞു. പക്ഷെ കാലക്രമേണ വസുദേവരും യാദവ വംശം മുഴുവനും അത് മറന്നുപോയി. അവർ വിചാരിച്ചു, കഷ്ടപ്പാടുകൾ വരുമ്പോഴും ദുരിതങ്ങൾ വരുമ്പോഴും കൃഷ്ണനുണ്ട് ഞങ്ങളെ കൂടെ എന്ന്, കൃഷ്ണൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന് അവർ വിചാരിച്ച് മുന്നോട്ട് പോയി. അവരുടെ കർത്തവ്യങ്ങളൊക്കെ, അവർ കടമകളൊക്കെ അവർ മറന്നുപോ. ആ യാദവ വംശം, അല്ലെ, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വംശമായിരുന്നു.
എണ്ണത്തിന്റെ കാര്യത്തിൽ ശക്തിയുടെ കാര്യത്തിലുമായിരുന്ന വലിയൊരു വംശമായിരുന്നു ആ യാദവ വംശം. ആ യാദവ വംശം മുഴുവൻ നശിച്ചു. കൃഷ്ണൻ പോയില്ല അവരെ രക്ഷിക്കാൻ. അത് പിന്നീടാണ് വസുദേവർക്ക് മനസ്സിലാകുന്നത് കൃഷ്ണൻ അന്ന് പറഞ്ഞ കാര്യം. ആ അജ്ഞതയുണ്ടെങ്കിൽ, വിവേകമില്ലെങ്കിൽ ഭഗവാനെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. വിവേകത്തോടുകൂടി എന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ പൂർണ്ണമായ ഒരു രൂപം, ആ വിശ്വരൂപത്തെ കണ്ടതിലുള്ള ആ പ്രാധാന്യം കിട്ടുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഹരി ഓം. ഹരി ഓം. ഇതോടുകൂടി 6 ശ്ലോകങ്ങളുടെ പാരായണവും വിശദീകരണവും വളരെ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു. വളരെ ശ്രവണമധുരമായി ധ്യാന ശ്ലോകം ഉഷാക്ക ചൊല്ലി. എന്നത്തെയും പോലെ ഗംഗാക്ക വളരെ വ്യക്തമായി ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുത്തു. അതേപോലെ സ്ഫുടമായി നിഷാക്കയും ദീപാക്കയും റിപ്പീറ്റ് ചെയ്തു. ഉഷാക്ക, ഗംഗാക്ക, നിഷാക്ക, ദീപാക്ക ഏവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. EV നാരായണനും സരോജിനി അക്കയും പ്രീജിത അക്കയും ആധ്യാത്മിക വിഷയത്തിൽ വലിയ പണ്ഡിതന്മാർ തന്നെയാണ്. അവർ വളരെ ലളിതമായി, രസകരമായി, വിശാലമായ അർത്ഥം നമ്മളിലേക്ക് എത്തിച്ചു തന്നു. ഇവർക്കും സമിതിയുടെ പേരിലും ഇവിടെ ശ്രവിക്കാനായി എത്തിച്ചേർന്ന എല്ലാ യോഗ ബന്ധുക്കളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ വളരെ ക്ഷമയോടുകൂടി ബാക്കപ്പായി നിന്ന ബിനിയക്ക. ഹരിയോം ബിനിയക്ക. ഭഗവത്ഗീത പഠനം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന സിന്ധു പ്രമോദ് അക്കയ്ക്കും സുനേന അക്കയ്ക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ലോക കല്യാണ മന്ത്രത്തിലേക്ക് കടക്കാം. എല്ലാവരും നിവർന്നിരിക്കുക. കൈകൾ നമസ്കാര സ്ഥിതി. കണ്ണ് മൃദുവായി അടക്കുക. സർവേ ഭവതു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ഇതിന് അവസരം തന്ന സമിതിക്ക് എൻ്റെ പ്രത്യേകം നന്ദി.